9 വർഷം ഒരു കുരങ്ങ് റെയിൽവേയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? സീരിയസ്ലി 9 വർഷം ഒരു കുരങ്ങ് സിഗ്നൽ ഓപ്പറേറ്റർ ആയിട്ട് റെയിൽവേസിൽ ജോലി ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തായാലും വിശ്വസിക്കാൻ പറ്റില്ല. ബട്ട് എന്താണ് ഈ ഒരു സ്റ്റോറി എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹായ്, ഐ ആം ശരത്. ദിസ് ഇസ് ഡേ 40 ഓഫ് 100 സ്റ്റോറി സീരീസ്. സോ ഞാനിടുന്ന ഈ കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്യാം. 1880 സൗത്ത് ആഫ്രിക്കയിൽ ജെയിംസ് എന്ന് പറയുന്ന ഒരു വ്യക്തി റെയിൽവേയിൽ ജോലി ചെയ്യായിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായ ഒരു ആക്സിഡന്റ് കാരണം തന്റെ 2 കാലും നഷ്ടപ്പെട്ടു. 2 കാലും പോയതുകൊണ്ട് റെയിൽവേയിൽ ഇയാളെ സിഗ്നൽ ഓപ്പറേറ്റർ പൊസിഷനിലോട്ട് ചേഞ്ച് ചെയ്തു. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെയിംസ് ഒരു നാൾ ഒരു മാർക്കറ്റിലോട്ട് പോയപ്പോൾ ഒരു കുരങ്ങ് മാർക്കറ്റിലെ വണ്ടികൾ ഉന്താനും അവിടുത്തെ വെജിറ്റബിൾ ബോക്സ് എടുത്തു വെക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു കുരങ്ങനെ മേടിച്ചാൽ ജെയിംസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ജെയിംസ് ആ ഒരു കുരങ്ങനെ മേടിച്ചു. സ്റ്റാർട്ടിങ്ങിൽ ജെയിംസിന്റെ വണ്ടി മാത്രമായിരുന്നു ആ ഒരു കുരങ്ങ് ഉന്തിക്കൊണ്ടിരുന്നത്. ബട്ട് പിന്നീട് ഗ്രാജുവലി ജെയിംസ് ആ ഒരു സിഗ്നൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കണ്ട് ഈ ഒരു കുരങ്ങനും ആ ഒരു സിഗ്നൽ ഓപ്പറേഷൻ പഠിച്ചു. അങ്ങനെ ജെയിംസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സിഗ്നൽ ഓപ്പറേഷൻ പിന്നീട് ഈ ഒരു കുരങ്ങൻ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇത് കണ്ട ഒരു ഓഫീസർ സീനിയർ ഓഫീസർ അടുത്ത് ഈ ഒരു കാര്യം കംപ്ലൈന്റ് ചെയ്തു. സോ സീനിയർ ഓഫീസറും അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഓപ്പറേഷൻ റൂമിലോട്ട് എത്തിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു കുരങ്ങനെ ആ ഒരു സിഗ്നൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ഒരു സീനിയർ ഓഫീസർ കണ്ടു. ഇത് കണ്ട് അത്ഭുതത്തോടെ നോക്കിയിരുന്ന ആ ഒരു ഓഫീസർ പിന്നീട് ആ ഒരു കുരങ്ങനെ തന്നെ ആ ഒരു പൊസിഷനിലോട്ട് പ്ലേസ് ചെയ്യായിരുന്നു. അതായത് ആ ഒരു കുരങ്ങനെ ഒഫീഷ്യലി ആ ഒരു ജോലിയിലോട്ട് ഹയർ ചെയ്തു. ആൻഡ് അത് മാത്രമല്ല, ആ ഒരു കുരങ്ങനെ 9 വർഷം ഫുഡും സാലറിയും ഇവർ കൊടുത്തത്രേ. ആൻഡ് ഇതിൽ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു 9 വർഷത്തിൽ ഈ ഒരു കുരങ്ങൻ ഒരു മിസ്റ്റേക്ക് പോലും ചെയ്തിട്ടില്ല. ആൻഡ് 1890 TB വന്നിട്ട് ഈ ഒരു കുരങ്ങൻ മരിക്കുകയായിരുന്നു. ആൻഡ് ഇന്നും ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് സൗത്ത് ആഫ്രിക്കയിലെ മ്യൂസിയത്തിൽ ഇതിന്റെ സ്കെൽറ്റൻസ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട് അത്രേ. സോ ഞാൻ ഇതുവരെ കേട്ട സ്റ്റോറിയിൽ ഈ ഒരു സ്റ്റോറിയാണ് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത്. സോ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ള കാര്യം ജെന്യൂൻ ആയിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായിട്ട് ഫോളോ ചെയ്യാം.